പ്രിയമുള്ളവരെ നമസ്കാരം. ഷാനവാസാണ്. വീഡിയോ വല്ലാതെ വലിച്ചു നീട്ടുന്നില്ല. ചില വീഡിയോ ക്ലിപ്പുകൾ കാണിക്കാം. വീഡിയോ ക്ലിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തകളാണ്, ഓരോ ചാനലിൽ കൊടുത്ത വാർത്തകളാണ്. ആ വാർത്തകളിലൂടെ എങ്ങനെയാണ് ഒരു സമുദായത്തെ അതല്ലെങ്കിൽ ഒരു സംഘടനയെ മുൾമുനയിൽ നിർത്തി അതല്ലെങ്കിൽ പ്രതിഭാഗത്ത് നിർത്തി വാർത്ത ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇവിടെ കാണിക്കാം. അതിനു മുമ്പായിട്ട് ആദ്യത്തെ ഒരു വിഷയം എനിക്ക് പറയാനുള്ളത്, പെരുമ്പലാവ് കല്ലുംപുറം സ്കൂളിൽ നടന്ന ഒരു ടീച്ചറുടെ വാട്സപ്പ് സന്ദേശവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആദ്യം ആ വാർത്ത കാണിക്കാം. അത് വാർത്ത കാണിക്കേണ്ട ആവശ്യമില്ലെങ്കിലും അതിൻ്റെ ചെറിയൊരു ഭാഗം കാണിക്കാം. അതിനെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി ഞാൻ വേഗത്തിൽ കിടക്കുകയാണ്. ആ വാർത്ത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ കുന്നംകുളത്തെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ആ വർഗീയ പരാമർശത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. ഇപ്പോൾ ആ വിഷയത്തിൽ ആ അധ്യാപികയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. പെരുമ്പിലാവ് കല്ലുംപുറം സിറാജുല്ലം സ്കൂളിലെ അധ്യാപിക ഖദീജയ്ക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ എന്നോടൊപ്പം ശരത്ത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, ഏറ്റവും മോശപ്പെട്ട ഒരു സമീപനമാണ് അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ വന്നത്. ഓണാഘോഷം പാടില്ല എന്ന തരത്തിലൊക്കെ മതപരമായ ചേരിതിരിവുകൾ അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു പരാമർശം അതുണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. ഇപ്പോൾ നിയമ നടപടികളിലേക്ക് കിടക്കുന്നു. പോലീസ് കേസെടുത്തിരിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ പരാതിയിലാണോ കേസെടുത്തത്? മേഖലാ സെക്രട്ടറിയുടെ പരാതിയിലാണ് ഇത്തരത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ കുന്നംകുളം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. ഇതൊരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണ്. ആ ടീച്ചറുടെ വോയിസിൽ കൃത്യമാണ്. ആ വോയിസ് കേട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം. മാനേജ്മെന്റിന്റെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ ടീച്ചർ പറയുന്നത്. ആ ടീച്ചർ എവിടെയും ആ മുഴുവൻ വോയിസിലും എവിടെയും അന്യമതസ്ഥരെ മോശമാക്കി ചിത്രീകരിക്കുകയോ മോശമാക്കി പറയുകയോ ചെയ്തിട്ടില്ല. സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിക്കണം എന്ന് തന്നെയാണ് ആ ടീച്ചർ ആ വാക്കുകളിലൂടെ ആ ടീച്ചർ അവർക്ക് നൽകിയിട്ടുള്ള സന്ദേശം. എന്നാൽ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷം ഹിന്ദു മതസ്ഥന് മാത്രമല്ല, ഈ സംസ്ഥാനം ഒട്ടാകെ അവധി പ്രഖ്യാപിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷം, ഒരു പൊതു ആഘോഷമായിട്ട് തന്നെയാണ് ഓണത്തെ നമ്മൾ കാണാറുള്ളത്. അത് ജാതി മതഭേദമന്യേ എല്ലാവരും അതിൽ പങ്കെടുക്കാറുമുണ്ട്. അത് സർക്കാർ തലത്തിലാണെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ അതിനെ ന്യായീകരിക്കുകയല്ല, മറിച്ച് അത്തരത്തിൽ ആ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിലെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് നോക്കിക്കാണുമ്പോൾ ആ ടീച്ചർ പറഞ്ഞത് കൃത്യവുമാണ്, വ്യക്തവുമാണ്. പക്ഷേ ആ ടീച്ചറുടെ വാക്കുകളിൽ എവിടെയും അന്യമതസ്ഥരെ മോശക്കാരാക്കുന്നില്ല. ഇനി മറ്റൊരു വീഡിയോ കാണിക്കാം. ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് പി സി ജോർജ് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. പി സി ജോർജ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഈ പി സി ജോർജ് പറഞ്ഞതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഈ പറയുന്ന ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയോ നിയമ നടപടികൾ നേരിടുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പി സി ജോർജിൻ്റെ വിഷയത്തിൽ കേസ് കൊടുത്തിട്ടുള്ളത് യൂത്ത് ലീഗിൻ്റെ ആളുകളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആളുകളുമാണ് അതിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും കേസെടുക്കാൻ മടിക്കുകയും അതിന് നിയമ ഉപദേശം തേടണം എന്നുമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന പ്രതികരണം. ഇവിടെ ഡിവൈഎഫ്ഐ കാണിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കാണിക്കുന്നത് എന്താണ് എന്നുള്ളത് സ്വയം മാപ്പിള സഖാക്കളൊന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും. ഇനി മറ്റൊരു വാർത്ത കാണിക്കാം, ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട്. ആ വാർത്ത കൈരളി ചാനലും ജനൻ TV കൊടുത്ത വാർത്തയും മനോരമ കൊടുത്ത വാർത്തയും തമ്മിൽ നമുക്കൊന്ന് കാണാം. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് 3 പേർക്ക് പരിക്ക്. മുസ്ലിം ലീഗ് പ്രവർത്തകൻ ബഷീറിന്റെ ചായക്കടയിൽ സൂക്ഷിച്ചിരുന്ന ബോംബാണ് പൊട്ടിയത്. ഒരാളുടെ കൈപ്പത്തിയേറ്റു. 3 പേർ. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബാബറി ബാഡ്ജ് സംഭവം നടന്ന കോട്ടാങ്ങൽ പഞ്ചായത്തിന്റെ സമീപ പഞ്ചായത്തിലാണ് സ്ഫോടനം നടന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകൻ ബഷീറിന്റെ ചായക്കടയിൽ സൂക്ഷിച്ചിരുന്ന ബോംബാണ് പൊട്ടിയത്. കടയുടമ ബഷീർ ഒളിവിലാണ്. പത്തനംതിട്ട ആനിക്കാട് പുന്നവേലിൽ ചായക്കടയിലുണ്ടായ സ്ഫോടനത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ കൈപ്പത്തിയേറ്റു. സണ്ണി ചാക്കോ എന്നയാളുടെ കൈപ്പത്തിയാണ് അറ്റത്. സമീപത്തുണ്ടായിരുന്ന ബേബിച്ചൻ എന്നയാൾക്കും സാരമായി പരിക്കേറ്റു. കിണറുകളിലെ പാറ പൊട്ടിക്കുന്ന ജോലി ചെയ്യുന്ന ആളാണ് സണ്ണി. ചായക്കടയിലെത്തിയ സണ്ണിയുടെ കൈവശമുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്നാണ് സ്ഫോടനമുണ്ടായത്. സാരമായി പരിക്കേറ്റ സണ്ണിയെയും ബേബിച്ചനെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കടയുടമ ബഷീർ അടക്കം പരിക്കേറ്റ 3 പേരെ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. പാറ പൊട്ടിക്കുന്ന ഡിറ്റനേറ്ററുകളാണ് പൊട്ടിത്തെറിച്ചത്. വിശദമായ അന്വേഷണം നടത്തുമെന്ന് തിരുവല്ല ഡിവൈഎസ്പി പറഞ്ഞു. ഇതിൽ കൈരളി ചാനൽ കൊടുത്തിട്ടുള്ളതും ജൻ ടിവിയും കൊടുത്തിട്ടുള്ളതും ഏകദേശം ഒരുപോലെയാണ്. അവിടെ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ ഹോട്ടലിൽ
വെച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ച് എന്നാണ്, അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം ഉണ്ടായത് മുസ്ലിം ലീഗുകാരൻ സൂക്ഷിച്ചു വെച്ച ബോംബ് പൊട്ടി ഇതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്നാൽ മനോരമ ചാനൽ കൃത്യമായി അതിൻ്റെ തെളിവ് രേഖകൾ സഹിതം വാർത്ത കൊടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്നത് ഒരു എന്താ പറയുക, ആ പുള്ളിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത അതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു കിണർ പണിക്കാരനായിട്ടുള്ള വ്യക്തി, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ കിണർ പണിക്കുള്ള ഒട്ടനവധി ആളുകളൊക്കെ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിൽക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അത്തരം ആളുകളുടെ കയ്യിൽ സൂക്ഷിക്കുന്നതല്ല ഈ പറയുന്ന അവരുടേതായ തൊഴിലിനിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പണിക്ക് പോകുമ്പോൾ അത്തരം സാധനങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് പോവുക. അത് പോയി വാഹനത്തിൽ വെച്ച് ഈ പറയുന്ന സ്പോട്ടിലേക്ക് ചെന്ന് കിണറിൽ കുഴിയടിക്കുകയും അത് വെച്ച് പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന തൊഴിലുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചായക്കടയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയുടെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത്. അതിനെ തിരിച്ചുവിട്ട് മുസ്ലിങ്ങളുടെ നേരേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന വാർത്തയാണ് ജനൻ TV കൊടുത്തിട്ടുള്ളതും അതേപോലെ കൈരളി ചാനലും കൊടുത്തിട്ടുള്ളത്. ഇത് മാപ്പിള സഖാക്കളൊന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും. ഈ വിഷയങ്ങളിൽ മാത്രമല്ല, വയനാട് തോറ്റപ്പോഴും ഇവർ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ട്. പാലക്കാട് തോറ്റപ്പോഴും ഇവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നിലമ്പൂർ തോറ്റപ്പോഴും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരൂര് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ആ കോളേജുമായി ബന്ധപ്പെട്ട വാർത്തയിലും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ RSS എന്താണോ ഇന്ത്യയിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, ഇതിനെ പിൻപറ്റിക്കൊണ്ടും അതിനെ പിന്തുടരുന്ന ഒരു രീതിയിൽ തന്നെയാണ് കേരളത്തിലെ CPM-ഉം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾക്ക് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ന്യായീകരണ തൊഴിലാളികളായിട്ടിരിക്കുന്ന മാപ്പിള സഖാക്കളെങ്കിലും, മറ്റുള്ളവരെ നമുക്ക് മാറ്റി നിർത്താം, മാപ്പിള സഖാക്കളെങ്കിലും ഇതൊന്ന് തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.